വൈറ്റ് ഹൗസിന്റെ മുറ്റത്ത് ഇനി ആര്? ഏറ്റവും സങ്കീർണമായ ജനാധിപത്യ പ്രക്രിയയുള്ള രാജ്യം, ഏറ്റവും ദീർഘമായ തെരഞ്ഞെടുപ്പ് നടപടികൾ നടക്കുന്നതും ഇവിടെ തന്നെ. സാങ്കേതികമായി ഇത്ര പുരോഗമിച്ചിട്ടും വോട്ടെണ്ണി തീരാൻ ദിവസങ്ങൾ വേണ്ടിവരുന്ന രാജ്യം. വിസ്മയവും അമ്പരപ്പും ആശ്ചര്യവുമൊക്കെയാണ് ഇന്നും മറ്റു രാജ്യക്കാർക്ക് അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ ലോകത്ത് എല്ലാ രാജ്യത്തുമുണ്ടെന്നാണ് കഥ. ആർക്കൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ആകാം? ഭരണഘടനയിലെ 2ാം അനുച്ഛേദം അനുസരിച്ച് 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ജനനം കൊണ്ട് അമേരിക്കൻ പൗരനാകണം എന്ന് അർത്ഥം. ഇതിന്റെ അർത്ഥം ജനിച്ചത് അമേരിക്കയിൽ ആകണം എന്നു മാത്രമാണ്. മാതാപിതാക്കൾ മറ്റേത് രാജ്യത്തുള്ളവരാണെങ്കിലും അമേരിക്കയിലാണ് ജനനമെങ്കിൽ സ്വാഭാവിക പൗരനാണ്. അതുതന്നെയാണ് യോഗ്യത. 2. 35 വയസ്സ് പൂർത്തിയാകണം. 3. അമേരിക്കൻ റെസിഡന്റ്. 14 വർഷമായി അമേരിക്കൻ റെസിഡന്റ് ആയിരിക്കണം. മറ്റു രാജ്യങ്ങളിൽ കഴിഞ്ഞ 14 വർഷത്തിനിടെ സ്ഥിരതാമസമാക്കിയവർ ആകരുത് എന്ന് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ. ഈ 3 വ്യവസ്ഥകളും പാലിക്കുന്ന ഏതൊരാൾക്കും അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കാം. എന്നാൽ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അത് നടക്കേണ്ടേ? നടക്കാൻ 2 വഴിയേ ഉള്ളൂ. ഒന്ന്, റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ തീരുമാനിക്കണം, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി. ആ തീരുമാനമാണ് ശരിക്കും സങ്കീർണം. എങ്ങനെ ഓരോ പാർട്ടിയുടെയും വിശ്വാസം നേടും? അതിനാണ് നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം ഉപയോഗിക്കുന്ന കോക്കസ് എന്ന വാക്ക്. ഓരോ പാർട്ടിയുടെയും ചെറു കൂട്ടായ്മകളാണ് കോക്കസ്. ഈ കോക്കസ് കൂടിയാണ് സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കുക. കോക്കസുകളുടെ തീരുമാനം ചിലപ്പോൾ ഐക്യകണ്ഠേനയായിരിക്കും, മറ്റു ചിലപ്പോൾ വോട്ടെടുപ്പും നടക്കും. 2. പ്രൈമറികൾ. കോക്കസിന്റെ ഭാഗമായി പ്രൈമറി വോട്ടെടുപ്പുകൾ നടക്കുന്ന സ്റ്റേറ്റുകളുണ്ട്. മറ്റു ചില സ്റ്റേറ്റുകളിൽ പ്രൈമറികൾ പ്രത്യേകമാണ്. പ്രൈമറി എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നടക്കുന്ന പ്രാഥമിക വോട്ടെടുപ്പാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ദേശീയ കൺവെൻഷനായി. ദേശീയ കൺവെൻഷനിൽ 2 പാർട്ടികളിലും കൂടുതൽ പിന്തുണ കിട്ടുന്നവർ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകും. കോക്കസുകൾ കൂടുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഇതേക്കുറിച്ച് സൂചനകളും ലഭിക്കും. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ആ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ജോ ബൈഡൻ ഇന്ത്യൻ വംശജയായ കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത്. Today, just maybe, they're seeing themselves for the first time in a new way as the stuff of president and vice presidents. Your next vice president of the United States, Kamala Harris. Kamala, the floor is yours. As I said, Joe, when you called me, I am incredibly honored by this responsibility, and I'm ready to get to work. I am ready to get to work. ഇത്രയും കാര്യങ്ങൾ ഒരാമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് നടപടി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ 10% പോലും ആകുന്നില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സ്വാഭാവികമായും ട്രംപ് മാത്രമായിരുന്നു ഇത്തവണ സ്ഥാനാർത്ഥി. ഡെമോക്രാറ്റുകൾ പഴയ വൈസ് പ്രസിഡന്റ് ജോ ബൈഡനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ കഥ മാറി. ഒബാമയുടെ കാലത്തെ ശക്തനായ വൈസ് പ്രസിഡന്റ്, ഒബാമയുടെ പ്രതിരൂപം എന്ന് പറയാവുന്ന നിലപാടുകൾ ഉള്ളയാൾ.
fact is that everything he's saying so far is simply a lie. I'm not here to call out his lies. Everybody knows he's a liar. But you I just agree. want to Hey, make sure. Joe, you're the liar. I want to make sure. Graduated last in your class, not first in your class. ട്രംപ് ആണെങ്കിൽ ഇവാഞ്ചലിക്കലിസം ഇളക്കിവിട്ട് പുതിയ ദേശീയ വികാരം സൃഷ്ടിച്ചയാൾ. അതോടെ ഇത്തവണത്തെ മത്സരം അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ മത്സരമായി. About Biden with the laptop from hell. We call it the laptop. He said, and he goes up before the mic. This is Adam Shifty show. This was caused by Russia. Russia caused this. They created this disinformation, he said. He should be, honestly, that guy should be locked up. റിപ്പബ്ലിക്കൻ പാർട്ടി, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു വലതുപക്ഷ പാർട്ടിയാണ്. ആ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപ് വ്യത്യസ്തനാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയെ ട്രംപിന്റെ ഒരു മോൾഡിലേക്ക്, അതായത് നമ്മൾ പിന്നീട് പോപ്പുലിസ്റ്റ് രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ഒരു മോൾഡിലേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയെ മൊത്തം മാറ്റി തീർത്തു എന്നുള്ളതാണ്. അത് റിപ്പബ്ലിക്കൻ പാർട്ടി ഇപ്പോൾ അതൊരു ട്രംപ് പാർട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ബൈഡൻ ഓൺ ദ അതർ സൈഡ് ഒരു യൂണിറ്റി മെസ്സേജ് ആണ് മുന്നോട്ട് വെക്കുന്നത്. എല്ലാ അമേരിക്കക്കാരെയും ഒന്നിച്ചു പോകുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് താൻ. അതുപോലെ ബ്ലാക്സിനെയും ഹിസ്പാനിക്സിനെയും വൈറ്റ് അമേരിക്കൻസിനെയും എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. ഐ എം എ പ്രൗഡ് ഡെമോക്രാറ്റ് ആൻഡ് ഐ വിൽ ബി എ പ്രസിഡന്റ് ഫോർ ഓൾ അമേരിക്കൻസ് എന്നുള്ളതാണ് ബൈഡന്റെ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. പക്ഷെ ബൈഡൻ പഴയ വൈസ് പ്രസിഡന്റ് ആണ്, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കാൻഡിഡേറ്റ് ആണ്, ഒരു സെൻട്രിസ്റ്റ് ആണ്, കമ്പയർഡ് ടു ബേർണി സാൻഡേഴ്സ് ഹു ഹാഡ് സം റാഡിക്കൽ ഐഡിയാസ് ടു ഓവറോൾ അമേരിക്കാസ് ഇക്കണോമിക് സിസ്റ്റം. അപ്പൊ ബേസിക്കലി ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കാൻഡിഡേറ്റും ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് കാൻഡിഡേറ്റും തമ്മിലാണ്. ഇതാണ് അമേരിക്ക. 50 സംസ്ഥാനങ്ങൾ, അതിൽ 48ഉം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും നടുവിൽ. വടക്കു പടിഞ്ഞാറായി അലാസ്ക, പസഫിക്കിന്റെ നടുവിൽ ഹവായി. ഈ 50 സംസ്ഥാനങ്ങളിലെ 24 കോടിയോളം വരുന്ന വോട്ടർമാരാണ് വിധി നിർണ്ണയിക്കുന്നത്. ഇന്ത്യ പോലെ ഭാഷയിൽ വലിയ അന്തരമില്ലെങ്കിലും ഓരോ സംസ്ഥാനത്തിനും ഓരോ അഭിരുചികളും ഓരോ രാഷ്ട്രീയവുമാണ്. ഈ ജനത നേരിട്ട് ചെയ്യുന്ന വോട്ടിലൂടെയല്ല പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്. അവിടെയാണ് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ സങ്കീർണത നിൽക്കുന്നത്. അതിനാണ് ഇലക്ടറൽ കോളേജ്. ഒന്ന്, ഇലക്ടറൽ കോളേജ്. ഓരോ സംസ്ഥാനത്തിനും നിശ്ചിത ഇലക്ടറൽ കോളേജ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാം. ഇതിനായി പാർട്ടികൾ സ്റ്റേറ്റുകളിൽ കൺവെൻഷനുകൾ വിളിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടി കമ്മിറ്റികൾക്കും തീരുമാനിക്കാം. 33 സ്റ്റേറ്റുകളിൽ ഈ 2 മാർഗങ്ങളിൽ ഒന്നിലൂടെ തീരുമാനമെടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പല വഴിയാണ്. അരിസോണയിൽ പാർട്ടി സ്റ്റേറ്റ് അധ്യക്ഷനാണ് പ്രതിനിധികളെ തീരുമാനിക്കുന്നത്. ഫ്ലോറിഡയിൽ ഗവർണറാണ് തീരുമാനമെടുക്കുക. നോർത്ത് കാരോലിനയിൽ ജില്ലാ കൺവെൻഷനുകളും സ്റ്റേറ്റ് കൺവെൻഷനുകളും വിളിച്ചാണ് തീരുമാനം. ഏത് വഴിക്ക് പ്രതിനിധിയായാലും അതാത് സംസ്ഥാനത്തെ ജനങ്ങളുടെ തീരുമാനമനുസരിച്ച് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ. കൂറുമാറ്റവും ചാക്കിട്ടുപിടുത്തവും വില പോകില്ലെന്ന് സാരം. ഇലക്ടറൽ പ്രതിനിധി സ്വന്തം നിലപാടും സ്വന്തം പാർട്ടിയുടെ നിലപാടും പറയാനുള്ള ആളല്ല, ഭൂരിപക്ഷ ജനതയ്ക്കൊപ്പം നിൽക്കാനുള്ളയാളാണ്. അതാണ് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ വ്യത്യാസം. ജയിക്കാൻ 270. 538 അംഗങ്ങളാണ് ഇലക്ടറൽ കോളേജിൽ. ഇവരിൽ 270 അംഗങ്ങളുടെ പിന്തുണ ആർക്ക് കിട്ടുന്നുവോ അവർ പ്രസിഡന്റാകും. അംഗങ്ങൾ 538 ആയതുകൊണ്ട് 2 പേർക്കും 270 കിട്ടാതെ വരുന്ന സാഹചര്യം അപൂർവമായി ഉണ്ടാകും. അതായത് 269 വോട്ട് വീതം 2 പേർക്കും കിട്ടുന്ന സ്ഥിതി. അങ്ങനെ വന്നാൽ പ്രസിഡന്റിനെ പ്രതിനിധി സഭയും വൈസ് പ്രസിഡന്റിനെ സെനറ്റും തീരുമാനിക്കും. 1800-ലും 1824-ലും അല്ലാതെ അമേരിക്കയിൽ ഇങ്ങനെ സഭകൾ പ്രസിഡന്റിനെ തീരുമാനിച്ചിട്ടില്ല. 3, പോപ്പുലർ വോട്ട്. ജനങ്ങളുടെ വോട്ടാണ് ഈ പോപ്പുലർ വോട്ട്. പക്ഷേ ജനങ്ങളുടെ വോട്ട് കൂടുതൽ കിട്ടിയാലും അമേരിക്കയിൽ പ്രസിഡന്റ് ആകാൻ കഴിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് പോപ്പുലർ വോട്ട് കുറവായിരുന്നെങ്കിലും ഇലക്ടറൽ വോട്ടിലെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഹിലറി ക്ലിന്റൺ 29.5 ലക്ഷം വോട്ട് കൂടുതൽ നേടിയിട്ടും തോറ്റുപോയി. ഈ സാഹചര്യവും കഴിഞ്ഞ തവണ ആദ്യമായി ഉണ്ടായതല്ല. മുമ്പ് 5 തവണ പോപ്പുലർ വോട്ട് കൂടുതൽ കിട്ടിയാൽ ഇലക്ടറൽ കോളേജ് വോട്ട് കുറഞ്ഞ് തോറ്റുപോയിട്ടുണ്ട്.
അങ്ങനെയെങ്കിൽ പോപ്പുലർ വോട്ട് പാടല്ലേ എന്ന ചോദ്യം ഉയരും. അതിൻ്റെ കാരണം നോക്കാം. എന്തുകൊണ്ട് ഇലക്ട്രൽ കോളേജ്? അമേരിക്കയുടെ ജനാധിപത്യത്തിലെ ഏറ്റവും കെട്ടുറപ്പുള്ള ഏടാണിത്. ഇലക്ട്രൽ കോളേജ് എന്തിന് എന്ന ചോദ്യത്തിന് അമേരിക്കയുടെ ഭരണഘടന നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്റ്റേറ്റുകൾ കൂട്ടമായി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി മാത്രം പ്രസിഡന്റാകുന്നത് ഒഴിവാക്കാനാണ് ഈ തീരുമാനം. അതായത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കാലിഫോർണിയയ്ക്കും ടെക്സാസുമൊക്കെ ഒന്നിച്ചു ചേർന്ന് സ്ഥിരമായി വോട്ട് ചെയ്ത് അന്നാട്ടുകാരെ മാത്രം പ്രസിഡന്റാക്കുന്ന സ്ഥിതി ഉണ്ടാകും. പ്രാദേശിക വികാരം കൊണ്ട് ആരും സ്ഥിരമായി പ്രസിഡന്റ് ആകില്ല എന്ന് അർത്ഥം. ജനസംഖ്യയുള്ള സ്റ്റേറ്റുകളിൽ ആധിപത്യം നേടിയതുകൊണ്ട് പ്രസിഡന്റ് പദവി പാർട്ടികൾക്കും ഉറപ്പില്ല. പോപ്പുലർ വോട്ടും ഇലക്ട്രൽ കോളേജ് വോട്ടും വ്യത്യാസപ്പെട്ടു വരുന്നതും ഈ ജനസംഖ്യയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ഓരോ സ്റ്റേറ്റും പ്രസിഡന്റിന് വോട്ട് ചെയ്യുന്നു. ഒരു വോട്ടിനെങ്കിലും ഭൂരിപക്ഷം കിട്ടുന്നത് ആരോ അവർക്കാണ് ആ സ്റ്റേറ്റിലെ ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അലാസ്കയിൽ ജോ ബൈഡന് ഭൂരിപക്ഷം കിട്ടിയാൽ എല്ലാ ഇലക്ട്രൽ കോളേജ് അംഗങ്ങളും ബൈഡന് തന്നെ വോട്ട് ചെയ്യണം. അങ്ങനെ ഓരോ സംസ്ഥാനവും തീരുമാനിക്കും ജനസംഖ്യ കൂടുതലുള്ള ഏതെങ്കിലും സ്റ്റേറ്റിൽ കൂടുതൽ വോട്ട് കിട്ടിയതുകൊണ്ട് പ്രസിഡന്റാകാൻ കഴിയില്ല എന്നു സാരം. ഹിലറി ക്ലിന്റന് കഴിഞ്ഞ തവണ സംഭവിച്ചതും ഇതാണ്. 50 സ്റ്റേറ്റുകളിൽ ഭൂരിപക്ഷം സ്റ്റേറ്റുകളിലും വിജയിച്ചതുകൊണ്ടും കാര്യമില്ല. കൂടുതൽ ഇലക്ട്രൽ അംഗങ്ങളുള്ള സ്റ്റേറ്റുകളിൽ ജയിക്കണം. ഇലക്ട്രൽ അംഗങ്ങൾ. കാലിഫോർണിയയ്ക്ക് 55 ഇലക്ട്രൽ അംഗങ്ങളാണുള്ളത്. ടെക്സാസിന് 38 മാത്രവും. ന്യൂയോർക്കിൽ 29 അംഗങ്ങളെയുള്ളൂ. ന്യൂയോർക്കിൽ ഭൂരിപക്ഷം നേടുന്നതിനേക്കാൾ ഗുണകരം കാലിഫോർണിയയിലാണെന്ന് സാരം. അവിടെ ഭൂരിപക്ഷം ലഭിച്ചാൽ ഇലക്ട്രൽ കോളേജിലെ 55 വോട്ടാണ് ഒറ്റയടിക്ക് കിട്ടുന്നത്. ഇലിനോയ്സിലും പെൻസിൽവാനിയയിലും 20 അംഗങ്ങൾ വീതമേ ഉള്ളൂ എന്നതും മറക്കാൻ പാടില്ല. അലാസ്കയിലും വെർമൗണ്ടിലുമൊക്കെ 3 അംഗങ്ങൾ വീതമാണുള്ളത്. അതായത് ഒരു സ്റ്റേറ്റിലെ ഭൂരിപക്ഷത്തിന്റെ തീരുമാനം എന്താണോ അതായിരിക്കും ഇലക്ട്രൽ കോളേജിന്റെ തീരുമാനം. ഇന്ത്യയിൽ ഹിന്ദി ബെൽറ്റിൽ ജയിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പ്രധാനമന്ത്രിയാകാം എന്ന് പറയുന്നത് പോലെ അമേരിക്കയിൽ നടക്കില്ല. അമേരിക്കയുടെ ജനാധിപത്യത്തിലെ ഗുണവും ദോഷവും ഇതുതന്നെയാണ്. മൊത്തം ജനസംഖ്യയുടെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ കിട്ടി എന്നതുകൊണ്ട് അവിടെ ആരും പ്രസിഡന്റ് ആകില്ല എന്നത് ദോഷം. എന്നാൽ വിശാലമായ ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ വിചാരിക്കുന്നയാൾ മാത്രം പ്രസിഡന്റ് ആകില്ല എന്നത് ഗുണം. ഇത്തവണ എന്തു സംഭവിക്കും? 2018 ഗ്യാലപ്പ് പോൾ അനുസരിച്ച് കഥ ഇങ്ങനെയാണ്. 14 സ്റ്റേറ്റുകൾ ഉറച്ച ഡെമോക്രാറ്റിക് കോട്ടകൾ, 13 ഗ്രാൻഡ് ഓൾഡ് പാർട്ടി അഥവാ റിപ്പബ്ലിക്കൻ കോട്ടകൾ. ഡെമോക്രാറ്റുകൾക്ക് നേരിയ ഭൂരിപക്ഷം 8 ഇടത്ത്, റിപ്പബ്ലിക്കൻ ചായ്വ് 5 ഇടത്ത്. അങ്ങനെ നോക്കിയാൽ ജോ ബൈഡന് 4 സംസ്ഥാനങ്ങളുടെയെങ്കിലും അധിക പിന്തുണയുണ്ട്. ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. കൂടുതൽ ഇലക്ട്രൽ വോട്ടുകളുള്ള സ്റ്റേറ്റുകളിലെ വിജയമാണ് നിർണായകം. ഓരോ സ്റ്റേറ്റായി തിരിച്ചെടുത്താൽ കൂടുതൽ സങ്കീർണമാകും കാര്യങ്ങൾ. ഇതാണ് കാലിഫോർണിയ. ഉറച്ച ഡെമോക്രാറ്റിക് കോട്ടയായാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇലക്ട്രൽ വോട്ട് 55 ഇവിടെ. ജോ ബൈഡന് 55ഉം ഉറപ്പ് എന്ന് പറയാവുന്ന ഇടം. 29 ഇലക്ട്രൽ വോട്ടുള്ള ന്യൂയോർക്കും 20 വോട്ടുള്ള ഇലിനോയ്സുമെല്ലാം ജോ ബൈഡനെ പിന്തുണയ്ക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഈ ടെക്സാസ് പഴയ GOPക്കാരാണ് ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ. 38 ഇലക്ട്രൽ വോട്ടാണ് ടെക്സാസിലുള്ളത്. ട്രംപിന്റെ ഈ കോട്ട അട്ടിമറിക്കപ്പെടുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. 29 വോട്ടുള്ള ഫ്ലോറിഡയും 20 വോട്ടുള്ള പെൻസിൽവാനിയയും ഒക്കെ നിലവിൽ റിപ്പബ്ലിക്കൻ ചായ്വുള്ള മേഖലകളാണ്. ഒരു കാര്യം കരതലാമലകം പോലെ വ്യക്തമാണ്. വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണെങ്കിലും വില സ്റ്റേറ്റുകളുടെ വോട്ടുകൾക്കാണ്.
ജനസംഖ്യാനുപാതികമായി അതാത് സ്റ്റേറ്റുകൾ ഭൂരിപക്ഷം നൽകുന്നത് ആർക്കാണോ അവർ പ്രസിഡന്റ് ആകും. സ്വാഭാവികമായും മറ്റൊരു ചോദ്യം ഉയരും. എന്തുകൊണ്ടാണ് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് ഫലം വൈകുന്നത്? ഒന്ന്, തപാൽ വോട്ട്. അതിൻ്റെ പ്രധാന കാരണം മെയിൽ ഇൻ ബാലറ്റുകളാണ്, അഥവാ തപാൽ വോട്ട്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ജോലിയുള്ളവർക്ക് മാത്രമാണ് തപാൽ വോട്ടെങ്കിൽ അമേരിക്കയിൽ ആർക്കും ഇത് ആവശ്യപ്പെടാം. ഇത്തവണ നവംബർ 3-നാണ് തെരഞ്ഞെടുപ്പെങ്കിലും ഏർലി വോട്ട് 2 ആഴ്ച മുമ്പ് തന്നെ പലയിടത്തും തുടങ്ങി. ഇതുകൂടാതെ വൻതോതിൽ തപാൽ വോട്ടിനുള്ള ബാലറ്റുകളും പോയിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിലെയും ബാലറ്റുകളുടെ എണ്ണം എടുത്തു കഴിയുമ്പോൾ മാത്രമേ അതാത് സ്റ്റേറ്റിലെ വിജയെ തീരുമാനിക്കാൻ കഴിയൂ. വോട്ടിംഗ് കഴിയുമ്പോൾ തന്നെ ട്രെൻഡ് ലഭിക്കുമെങ്കിലും അന്തിമഫലം അത് ആകണമെന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3,30,00,000 വോട്ടുകളാണ് തപാൽ വോട്ടായി വന്നത്. ഇത്തവണ അത് പല മടങ്ങ് വർദ്ധിക്കും എന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അന്തിമ വിജയിയെ അറിയാൻ ചിലപ്പോൾ 3 ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. There's a movement like we've never seen in the history of our country. Wisconsin is Trump country. And that's what this fight is all about. We're taking on the failed political establishment and restoring government of, by, and for the people. It's the people. You're the people. You won the election. We love this country. We love Donald Trump. Promises made, promises kept. We support President Trump. This is epic. Donald Trump is our president. ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയോ ഡെമോക്രാറ്റുകളോ, രണ്ട് പാർട്ടിയും തമ്മിൽ നയങ്ങളിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് പൊതുവെ ഉയരുന്ന വാദം. അത് 100% ശരിയാകണമെന്നില്ല. അതറിയാൻ ചില പേരുകൾ മാത്രം നോക്കിയാൽ മതി. ബറാക് ഒബാമ ഡെമോക്രാറ്റിക് പ്രതിനിധിയായിരുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കനാണ് എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രം രണ്ട് പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം അറിയാം. താരതമ്യം ഇവിടെ അവസാനിക്കുന്നില്ല. ഒബാമയ്ക്ക് മുമ്പുണ്ടായിരുന്ന ജോർജ് W. ബുഷ് റിപ്പബ്ലിക്കനായിരുന്നു. ട്രംപും ബുഷും നടപ്പാക്കുന്ന കാര്യങ്ങളിലെ സാമ്യം പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ വരും. അതിനു മുമ്പ് ഡെമോക്രാറ്റായ ബിൽ ക്ലിന്റൺ, ക്ലിന്റന് മുമ്പ് റിപ്പബ്ലിക്കനായ സീനിയർ ജോർജ് ബുഷ്. ജിമ്മി കാർട്ടർ എന്ന ഡെമോക്രാറ്റും ഡൊണാൾഡ് റീഗൻ എന്ന റിപ്പബ്ലിക്കനും തമ്മിലുള്ള വ്യത്യാസം എത്ര വ്യക്തമായാണ് ലോകമറിഞ്ഞത്. പാർട്ടിയുടെ പ്രതിനിധികൾക്കും അവർ നയിക്കുന്ന പാർട്ടിക്കും സമാനതകൾ ഉണ്ടാകും. പക്ഷേ ആര് പ്രസിഡന്റ് ആയാലും മാറാത്ത ചില അമേരിക്കൻ നിലപാടുകളുണ്ട്. ഉജ്ജ്വല പ്രസംഗങ്ങളിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച ജോൺ എഫ് കെന്നഡിയാണ് ക്യൂബയിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ബറാക് ഒബാമയുടെ കാലത്ത് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സിറിയയിലും ലിബിയയിലും മാത്രമല്ല സൊമാലിയയിലും വ്യോമാക്രമണം നടന്നു. ഇതുകൊണ്ട് കൂടിയാണ് അമേരിക്കൻ ജനാധിപത്യം ഭിന്നമാകുന്നത്. സങ്കീർണമാണെന്ന് തോന്നുമെങ്കിലും അവിടെ പകൽ പോലെ വ്യക്തമാണ് കാര്യങ്ങൾ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലം എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെയും കാലമാണ്. 100 കണക്കിന് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കോവിഡിന് മുമ്പേ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ട്രംപ് ഒരു പടി മുന്നിൽ നിന്നിരുന്നു. എന്നാൽ കോവിഡ് ലോകത്തെ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ച കാലമായിരുന്നു പിന്നീട്. ട്രംപിന്റെ ജനപ്രീതി ഇടിഞ്ഞു. ബൈഡൻ മുന്നേറ്റം നടത്തി. The divisions in our nation are getting wider. Angry people are upset. Anger and suspicion are growing, and our wounds are getting deeper. Many wonder, has it gone too far? Have we passed the point of no return? Has the heart of this nation turned to stone? വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമല ഹാരിസിനെ നിശ്ചയിച്ചതോടെ ബൈഡന്റെ പിന്തുണ കൂടി. ട്രംപിനെ കുറിച്ച് 2 വിമർശനങ്ങളാണ് പ്രധാനമായും ഡെമോക്രാറ്റുകൾ ഉയർത്തുന്നത്. ഒന്ന്, പറഞ്ഞതൊന്നും ചെയ്തില്ലെന്ന ആരോപണം.
ഒബാമ കെയറിന് പകരം മറ്റൊരു ആരോഗ്യ നയം കൊണ്ടുവരാൻ ട്രംപിന് ഇതുവരെയും ആയിട്ടില്ല. മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ പൂർത്തിയായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൈനികരെ പിൻവലിക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കിയില്ല. അങ്ങനെ This election is a choice between the Trump super recovery, which is what we're having, or a Biden depression. Sad to say. With your vote, we will continue to bring back our jobs, support our police, defend our Second Amendment, which is under siege, secure our borders, maintain American energy independence, expand school choice, and ensure more products are proudly stamped with the phrase, that beautiful phrase, made in the USA, right? രണ്ട് നയതന്ത്ര രംഗത്തെ വീഴ്ചകൾ. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്നുള്ള പിന്മാറ്റം, ചൈനയുമായുള്ള വ്യാപാര യുദ്ധം, ഉത്തര കൊറിയയുമായി ഉടമ്പടികൾ വന്നെങ്കിലും കടലാസിൽ മാത്രം, WHO പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ നിന്നുള്ള മാറ്റം. ഇതിനിടയിൽ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത് അബ്രഹാം ഉടമ്പടി മാത്രമാണ്. UAEയും ബഹ്റൈനും ഇസ്രയേലുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബന്ധങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഡിഫൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബാക്കിയുള്ള പല മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് UAEയും ബഹ്റൈനും ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലെങ്കിൽ പോലും തന്നെ ഇൻഫോർമൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. വാണിജ്യ രംഗത്ത് ഇൻഫോർമൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്ന ഈ പറയുന്ന ഫുൾ ഫ്ലെഡ്ജ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിന്റെ ഒരു പ്രധാന കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇറാൻ ആണ് അതിലൊരു സെൻട്രൽ ഫാക്ടറായിട്ട് വന്നിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള നയതന്ത്രപരമായുള്ള പ്രശ്നങ്ങൾ, അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ട്, ഇസ്രായേലിന് പ്രശ്നമുണ്ട്. അതുപോലുള്ള GCC രാജ്യങ്ങൾക്കാണ് ഇറാൻ ഏറ്റവും വലിയൊരു ത്രെട്ടായി നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സുന്നി ഷിയ റൈവലറിയുടെ അതിനെ അതിന്റെ ഒരു കൾമിനേഷൻ അതിനെ മുതലെടുക്കുകയായിരുന്നു ഈ പറയുന്ന ഇസ്രയേലും അമേരിക്കയും എല്ലാം ചേർന്നുകൊണ്ട് ഈ പറയുന്ന ഒരു റൈവലറിയെ അതിന്റെ ഒരു വേറെ ലെവലിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. ഇത് രണ്ടാമതായിട്ട് നമുക്ക് ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്രഹാം അക്കോർഡ് കൊണ്ട് ഇതിന്റെ നെറ്റ് ലൂസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇമ്പാക്ട് അനുഭവിക്കാൻ പോകുന്നത് പലസ്തീനിയൻ മൂവ്മെന്റ് ആണ്. പ്രവചനങ്ങളിൽ ബൈഡന്റെ പുഞ്ചിരി തുടരുമോ? തിരിച്ചടികളെ വകഞ്ഞുമാറ്റി രണ്ടാം ഊഴത്തിനായി ട്രംപ് എത്തുമോ? ആ കാത്തിരിപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി.